എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? ഏ ഇജ്ജ് എത്രല്ല പഠിക്കണേ? ഏ 5ലാ പഠിക്കണേ? മോളെ എത്രല്ല പഠിക്കണേ? 2ാം ക്ലാസ്സിലാ. ആ, എന്താ പേരെന്റെ? ഫാത്തിമ സന. എന്റെ പേരെന്താ? മുഹമ്മദ് ഇഷ. നല്ല പേരാണല്ലോ. പൊന്നുമക്കളെ ഈ വീട്ടിലാണോ കിടന്നുറങ്ങണേ? ഏ പേടിയാവൂലേ? നമുക്ക് നല്ല വീട് വേണ്ടേ? നമുക്ക് നല്ല വീടൊക്കെ കിട്ടൂട്ടാ. ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിക്കൂട്ടാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഫ്രിഡ്ജിന്റെ അവസ്ഥ കണ്ടോ? ഈ ഫ്രിഡ്ജിലെ സാധനങ്ങൾ കണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നാൽ എന്താവും? കുറേ ഫ്രൂട്ട്സ് ഉണ്ടാവും, ഒരുപാട് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും. ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ നമ്മുടെ വീട്ടിലെ പോലെ മക്കളെ പോലെ ഇവിടെ ഓടിച്ചാടി നടക്കുന്ന 2 മക്കളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലൊക്കെ ആവും അല്ലേ? നമ്മളെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന തിരക്കിലാവൂലേ? ഇവിടെയുണ്ട് 2 കുട്ടികൾ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലൊരു വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കുമോ പ്രിയപ്പെട്ടവരെ? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്ന ദിനരാത്രങ്ങളല്ലേ നമ്മളിലൂടെ കടന്നു പോകുന്നത്. സക്കാത്തിനും സദക്കയ്ക്കൊക്കെ നമ്മളിപ്പോൾ ചെയ്ത 70,000 പ്രതിഫലം കിട്ടുന്ന രാവുകളല്ലേ പ്രിയ. അസ്സലാമു അലൈക്കും. ഷമീർ തിരൂരാണേ. ഞാൻ ഇപ്പോൾ ഉള്ളത് റഷീദ് ഖാന്റെ വീട്ടിലാണ്. നമ്മളിതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റഷീദ് ഖാന്റെ വീടിന്റെ പണി ഏകദേശം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മളെ എഞ്ചിനീയർ നമ്മളെ വീഡിയോ കണ്ടിട്ട് സങ്കടം കൊണ്ട് വിളിച്ചത് തന്നെ. എനിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് ആ വീടിന്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ വരച്ചു തരാനായിട്ട് 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നും വീണ്ടും വന്നു. വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ സിമെന്റ് ആയിട്ടും കല്ലായിട്ടും ഒക്കെ വാഗ്ദാനം ചെയ്ത് വരുന്നുണ്ട്. നമ്മളൊരു വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് റഷീദ് ഖാന്റെ വീട് നടക്കുക. ഈ വീട് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടില്ല, കുയിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റില് നമ്മൾ ഇതിന്റെ തറ കെട്ടിപ്പോക്കണം. അപ്പൊ നമ്മൾ വിചാരിച്ചതിനെക്കാളൊക്കെ എത്രയോ കൂടുതൽ പൈസ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് സാധനങ്ങൾ വേണം. കല്ലായിട്ടും മണ്ണായിട്ടും സിമെന്റ് ആയിട്ടും മെറ്റലായിട്ടും കമ്പിയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തിനെ സഹായിക്കണം. 1 ചാക്ക് സിമെന്റ് ആണെങ്കിൽ 1 ചാക്ക് സിമെന്റ്, ഒരു ലോഡ് കല്ലാണെങ്കിൽ കല്ല്, ഒരു കല്ലാണെങ്കിൽ ഒരു കല്ല്, ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മളിവിടെ കെട്ടുന്നത്. അപ്പോൾ ഒരു ഇഷ്ടികയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വെച്ചാൽ 1 ഇഷ്ടിക. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇതിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അതിന്റെ കൂലി പടച്ചിറ ബിഡാക്കുന്ന കിട്ടും. ഒരുപാട് കാലമായിട്ട് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ വീട്ടിലായിരുന്നു ഈ കുടുംബത്തെ അവസ്ഥ ഉണ്ടായിരുന്നത്. നിങ്ങളെ ഉള്ളൂ, നിങ്ങളുടെ സഹായം ചോദിക്കാനുള്ളൂ. അല്ല, അസ്സലാമു അലൈക്കും. ഇതര മതസ്ഥർക്ക് നമസ്കാരം. ഞാൻ പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്ത് അയിലൂർ ഗ്രാമപഞ്ചായത്തിലെ കയറാടി മഹലിൻ്റെ പ്രസിഡന്റാണ്. ഈ മഹലിൻ്റെ മെമ്പർമാരാണ്. ഇവരൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇവരുടെ വീടാണ് നമ്മളുടെ പിന്നിൽ കാണുന്നത്. ഇവർക്ക് അവരുടെ മക്കളെ നമ്മൾ കാണാവുന്ന ഈ 2 കുട്ടികളാണ് ഈ കാടും പ്രദേശമായ ഈ പ്രദേശത്ത് താമസിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. ആയതുകൊണ്ട് ഇവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. മഹലിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ മഹലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇത് ഞാൻ അഷ്റഫാണ്, കുറ്റിയടി. ഞാനും റഷീദും ഒരു 5-8 വർഷം ഒന്നിച്ച് പഠിച്ചതാണ് ദാറുസ്സലാമിൽ. അപ്പോൾ അവൻ്റെ ഈ വിഷയങ്ങൾ ഞാനൊരു 3-4 മാസം മുമ്പാണ് അറിയുന്നത്. അപ്പം വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് ഈ വീടും കാണാൻ പറ്റിയത്. വല്ലാതെ സങ്കടമായിപ്പോയി. അങ്ങനെയാണ് ഈ ഫൈസൽ ഖാനെല്ലാം കണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ കാണുന്നതൊക്കെ എല്ലാവരും പറയുന്നത് വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ എല്ലാവരും ഈ ഷമീർക്ക് പറഞ്ഞതിലോട്ട് കുട്ടികളുടെ കാര്യത്തിലും വൈഫിൻ്റെ കാര്യത്തിലെല്ലാം വലിയ വിഷമത്തിലാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവുന്ന സഹായങ്ങൾ ചെയ്ത് വീട് പണി അങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ദൈവത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാട്ടുകാരനായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് റഷീദ് ഖാൻ. ആൾ വരെ വന്നിട്ട് വർഷങ്ങൾ കുറയായി. ആളുടെ ഇപ്പോഴത്തെ താമസിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമാണ്. അവർക്ക് സഹായിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അവരുടെ സുഹൃത്തുക്കളായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഒപ്പം പഠിച്ച റഷീദ് ഖാൻ്റെ ഒപ്പം പഠിച്ച സുഹൃത്ത് പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. പുള്ളി
ആദ്യം തന്നെ പഠിച്ച സ്ഥലത്ത് നല്ല രീതിയിൽ പഠിക്കുകയും സ്പോർട്സുമായി ബന്ധപ്പെട്ട് നല്ല കഴിവുള്ള ആളുമായിരുന്നു. അവർ വിചാരിച്ചു ആള് നല്ല നിലയിലെത്തിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചു. ഒരു 5-6 മാസം മുമ്പൊക്കെയാണ് ആളുടെ സുഹൃത്തൊക്കെ ഈ വിവരം ആൾ ഇത്ര കഷ്ടതയിലാണ് ഇരിക്കണമെന്ന് അറിയാൻ കഴിഞ്ഞത്. അവരുടെ സഹായമായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആൾക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ നാട്ടുകാരും അവരും കൂടെ ചേർന്ന് നല്ല സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.